നമുക്ക് ഈസി ആയിട്ട് ഒരു മലബാറി ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കി വെക്കാം. ലെറ്റ്സ് മേക്ക് മലബാറി ദം ബിരിയാണി. നമ്മളോട് 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ സോൾട്ട് ഇട്ട് കൊടുക്കാം, കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ കേർഡ് വെച്ച് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ബിരിയാണിക്ക് വേണ്ടി കുറച്ച് ഓണിയൻ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ സവോള പെട്ടെന്ന് പൊരിയാൻ വേണ്ടി കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ സവോള ഇവിടെ മുഴുവൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പൊരി. അപ്പൊ നമ്മുടെ നെയ്യിൽ വളർത്തുന്ന കാഷ്യൂ എസൻസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അത് ഇട്ട് പിടിക്കാം. നമ്മളിവിടെ ഒരു പോട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ഗീ വെച്ച് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഗീ ഇവിടെ ചൂടുണ്ട്. നമുക്ക് ഓണിയൻ ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിടാം. ഇനി നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം. നമുക്കിത് അധികം അങ്ങോട്ട് വഴണ്ട് വരണ്ട. നമുക്ക് ജസ്റ്റ് ഈ പച്ചമുളകൊക്കെ പോണവരൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാൽ ഓണിയൻസ് ഇട്ട് കൊടുക്കാം. കുറച്ച് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചാൽ മല്ലിയിലയും പുതിനയിലാണ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിനകത്ത് ഒരു ടേബിൾ സ്പൂൺ കേടും കൂടി ഇട്ടു. നമ്മൾ വേറെ മസാല ഒന്നും ഇല്ല, ഗരം മസാല മാത്രമേ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കനോട് വേറെ നമുക്ക് മൂടി വെച്ച് കൊടുക്കാം 10 മിനിറ്റ്. അപ്പൊ നമുക്ക് റൈസിന് വേണ്ടി വെള്ളം വയ്ക്കാം. 1 ഗ്ലാസ് റൈസ് ആണെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം. ഞാനിപ്പോൾ ഇവിടെ 1 ഗ്ലാസ് റൈസ് എടുത്താൽ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് കറുവപ്പട്ട, ഏലക്കായും ഗ്രാമ്പും കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. നമ്മുടെ റൈസിന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. റൈസ് ഒട്ടി പിടിക്കാതിരിക്കാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കാം. കട്ട് ചെയ്ത് കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. എനിക്ക് ആദ്യം 1 മണിക്കൂർ സോക്ക് ചെയ്ത അജ്മിയുടെ കൈമ റൈസ് ആണ് അതിട്ട് കൊടുക്കാം. ഇപ്പൊ നമുക്ക് ഈ റൈസ് വറ്റിച്ചെടുക്കാം. വെള്ളത്തിൽ നമ്മുടെ റൈസ് ഇവിടെ വെള്ളം വറ്റി സെറ്റ് ആയിട്ട് നമുക്ക് ഇതിന് 1 മണിക്കൂർ നന്നായിട്ട് ടൈറ്റ് ആയിട്ട് അടച്ചു. അപ്പൊ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്യണേ. അപ്പൊ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ദമ്മിടാം. അപ്പോൾ ഈ ചിക്കൻ കറിയുടെ മുകളിലേക്ക് നമുക്ക് റൈസ് ഇങ്ങനെ കുറച്ചിട്ട് കൊടുക്കാം. ഇനി അടുത്ത് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് കാഷ്യൂസും ഒനിയൻസും ഒക്കെ കുറച്ചിട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയും പുതിന ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ഗീ ഇട്ട് കൊടുക്കാം. നമുക്ക് നമ്മുടെ ബാക്കിയുള്ള റൈസും കൂടി മറ്റേ ലെയറായിട്ട് ചെയ്ത് കൊടുക്കാം. ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള എല്ലാ വറുത്ത് വെച്ച് ഇട്ട് കൊടുക്കാം. പുതിന മല്ലി ഇട്ട് കൊടുക്കാം. കുറച്ച് ഗീ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇത് തീരെ ലോ ഫ്ലെയിമിൽ, ഫുൾ ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് നമുക്ക് ചൂടാക്കി എടുക്കാം. അപ്പൊ നമ്മുടെ ചിക്കൻ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്.